ഹലോ എരിപടി. ഇന്ന് ഞാൻ ഒരു മത്തങ്ങ എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. മത്തങ്ങയും വൻപയറും കൂടെ ചേർത്തുള്ള ഒരു മത്തങ്ങ എരിശ്ശേരി. ഒരു കഷ്ണം മത്തങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയെല്ലാം ചെത്തി നമുക്ക് കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ആക്കണം. വൻപയർ ആക്ച്വലി ഞാൻ വേവിച്ച് വെച്ചിരിക്കുക. എന്ന് വെച്ചാൽ ഇത് ഇന്നലെ രാത്രിയിലെ വെള്ളത്തിലിട്ടിട്ട്, അപ്പോൾ ഇത്ര കുറച്ചായിട്ട് ഞാൻ ഇട്ടില്ല, കുറച്ച് കൂടുതലിട്ട് എനിക്ക് നാളെ മെഴുക്കുവരട്ടിക്കും കൂടെ ഉള്ളത് എടുത്ത് വെച്ചിട്ട് സ്വല്പം പയറെടുത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇത് വേവിച്ച വൻപയറാണ്. കുക്കറിലാണ് വേവിച്ചത് കേട്ടോ. ഇന്നലെ രാത്രിയിൽ വെള്ളത്തിൽ ഇട്ടു, രാവിലെ എടുത്ത് കുക്കറിൽ വെച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അരപ്പ് ഒരു കപ്പ് തേങ്ങ, ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, കുരുമുളക് വേണം, ഒരു അല്ലി വെളുത്തുള്ളി, ജീരകം, ഇത്രയാണ് ഇതിൻ്റെ അരപ്പ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കടുക് ഇറക്കും. കടുക്, വറ്റൽമുളക്, പിന്നെ കരിവേപ്പില. അത് കഴിഞ്ഞ് നമ്മൾ ഈ തേങ്ങായും ഇതിൻ്റെ കൂടെ ഇട്ട് വറുത്ത് ഈ എരിശ്ശേരിയിലോട്ട് ചേർക്കും. മത്തങ്ങ തൊലിയൊക്കെ ചെത്തി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഇട്ടിരിക്കുകയാണ്. ഒരു ചെറിയ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 സ്പൂണ് മുളക് പൊടിയും ചേർക്കണം. ഉപ്പ് നമുക്ക് ഇതൊന്ന് ഇച്ചിരി വെന്ത് കഴിഞ്ഞിട്ട് ചേർക്കാം. ഇത് വേഗം വേഗം കേട്ടോ. എന്നുവെച്ചാൽ കനം കുറച്ചാണ് ഇത് അരിഞ്ഞ് ഇട്ടിരിക്കുന്നത്. അടപ്പ് വെച്ച് ഈ സമയം നമുക്ക് അരപ്പരച്ചെടുക്കാം. നമ്മുടെ മത്തങ്ങയൊക്കെ നല്ലപോലെ വെന്തു. ഇതിനെ ഒന്ന് നല്ലപോലെ ഉടയ്ക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയറും കൂടി ഇതിലോട്ട് ഇടുക. അതിനുശേഷം നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ നോക്കിയിട്ട് ചേർക്കാം. ഒരുപാട് അരയണ്ട, ഏകദേശം ഇത് ഈ പാകത്തിന് ഇപ്പം നല്ലപോലെ എല്ലാം കൂടെ യോജിച്ച് ഉപ്പും മത്തങ്ങയും വൻപയറും നമ്മളിതിൽ കടുക് വറുത്ത് ചേർത്താൽ മതി. വെളിച്ചെണ്ണയിലോട്ട് കടുക് ഇട്ട് കടുക് പൊട്ടിയിട്ട് വറ്റൽമുളകും കരിവേപ്പിലയും കൂടി ഇട്ടിരിക്കുകയാണ്. ഇതിലോട്ട് നമ്മൾ ഈ തേങ്ങ തേങ്ങയൊക്കെ മൂത്തു. നമുക്കിത് ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇതാ നമ്മുടെ മത്തങ്ങ എരിശ്ശേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം വേഗത്തിലുണ്ടാക്കാൻ ഒക്കുന്നതാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, വിലയേറിയ കമൻറ്റുകളൊക്കെ തരിക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.